അപ്പോൾ ഇത് നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടുള്ള ദൊണ്ണെ ബിരിയാണി, ചിക്കൻ ദൊണ്ണെ ബിരിയാണി. അപ്പോൾ ഒരുപാട് ടേസ്റ്റി ആയത് കേട്ടോ, ഒട്ടും പാടുമില്ല ഉണ്ടാക്കാൻ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. സിമ്പിളാണെന്ന് വെച്ചാൽ ഇതിന് ടേസ്റ്റിന് ഒരു കുറവില്ല, അത്രയ്ക്ക് നല്ല. നമുക്ക് ജീര റൈസ് കൊണ്ടോ ബിരിയാണി റൈസ് കൊണ്ടോ ഇത് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബിരിയാണി റൈസ് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കഴുകിയിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് കുതിർത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുതിനയില, മല്ലിയില, സവാള, ഒരു തക്കാളി. അപ്പോൾ ഇത് അരി അതായത് നമ്മൾ എത്ര ബിരിയാണി കൂടുതൽ വയ്ക്കുന്നോ അതിനനുസരിച്ച് ഐറ്റംസ് എല്ലാം കൂട്ടിയെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം, തക്കാളി, പച്ചമുളക് ഇതെല്ലാം അരിയാം, ഇതൊന്ന് ചതയ്ക്കാം, ഇതും ചെറുതായിട്ടൊന്ന് കഴുകി അരിഞ്ഞെടുക്കാം. ഞാനിതൊന്നും കഴുകിയല്ല കേട്ടോ, ഇനി കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഇതൊക്കെ വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മളിതെല്ലാം ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുതിനയില, മല്ലിയില, പച്ചമുളക് കീറിയത്, സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരി നമ്മൾ കഴുകി കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1 കിലോ അരിക്ക് 1 കിലോ ചിക്കൻ എടുക്കുന്നതായിരിക്കും അതിൻ്റെ കണക്ക്. 1 കിലോ അരിക്ക് 3/4 കിലോ എങ്കിലും ചിക്കൻ വേണം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 1 ഗ്ലാസ്, അതായത് 1 നാഴി അരി എടുത്തിട്ടുള്ളൂ. അതിനനുസരിച്ചുള്ള ചിക്കനും മറ്റ് ഐറ്റംസുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ അരിക്ക് ഒരു 1/4 കിലോ ഒക്കെ ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരു സെർവ് ചെയ്യുമ്പോൾ 2-3 പീസൊക്കെ സെർവ് ചെയ്യാനായിട്ട് നമുക്ക് ഉണ്ടാവും. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതുപോലെ കുക്കർ അടുപ്പേ വെച്ചിട്ട്, ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് നെയ്യ് ഒഴിക്കാം. ചെറിയ സ്പൂണായിപ്പോൾ എടുത്തത്. 2 ടേബിൾ സ്പൂണോളം നെയ്യും 1 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് എണ്ണയും നെയ്യും ഒക്കെ ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുക്കണം. നമ്മൾ ഈ അരിഞ്ഞു വെച്ച തക്കാളി, ഉള്ളി ഇതെല്ലാം ഇട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചി, ഗാർലിക് പേസ്റ്റ് എല്ലാം കൂടി. ഇത് കുറച്ച് പൊടിയിട്ട് കൊടുത്താൽ നന്നായിട്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടും ഇതെല്ലാം ഐറ്റംസ് എല്ലാം. ഇത് പാകത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഞാനിതിനകത്തോട്ട് ചേർക്കുന്നത് ബിരിയാണി മസാല. നമുക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ ബിരിയാണി മസാല ചേർക്കാം. നല്ല ഏതാണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള അല്ലെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഞാൻ വാങ്ങിച്ച ബിരിയാണി മസാലയാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ബിരിയാണി മസാല തന്നെ ചേർക്കുന്നത് കൊണ്ട് ഇത് ഒരിക്കലും ഫെയിലർ ആകത്തില്ല കേട്ടോ. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കും ബിരിയാണി. നല്ല സിമ്പിളായിരിക്കും എന്നുള്ളൂ, പക്ഷേ അടിപൊളി ബിരിയാണി ആയിരിക്കും. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് 2 സ്പൂൺ തൈര് ചേർക്കാം. ഇത് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്ത തൈരാണ്, നല്ല കട്ട തൈര്. രണ്ട് സ്പൂൺ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഐറ്റംസ് കുറവാണ്, അതുകൊണ്ടാണ് 2 സ്പൂണെന്ന് പറഞ്ഞത്. നമ്മുടെ ആവശ്യമനുസരിച്ച് ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബിരിയാണിയുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ, മട്ടൺ ആണെങ്കിലും ഇങ്ങനെ തന്നെ നമുക്ക് വെക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മട്ടൺ നന്നായിട്ട് വേവിക്കുക. അത് കഴിഞ്ഞ ശേഷം അരിയിട്ട് വേവിക്കുക. ഇതിപ്പോൾ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് നമുക്കിതിൻ്റെ ഒപ്പം അരി വിടാം. നമ്മളൊരു 5 മിനിറ്റ് ഇത് വേവിച്ചെടുത്തല്ലോ. ഇനി നമുക്കിതിനകത്തോട്ട് അരി ചേർക്കാം. അപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി വെള്ളമില്ലാതെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് വാരിയിട്ട് കൊടുക്കാം. ഇതിൽ നോക്കാം, ഒട്ടും വെള്ളമയമില്ല. അപ്പം നമ്മൾ ഇനി ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കാൻ പോകാം. നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഇതിൻ്റെ കണക്ക്. അപ്പം അരി അളന്ന കപ്പിന് തന്നെ അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു വിസിലിട്ട് വേവിക്കാം. വിസിലിട്ട് വേവിക്കണമെന്ന് തന്നെ ഇല്ല, അതിനനുസരിച്ച് നമ്മൾ വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടില്ലേ, കറക്റ്റായിട്ട് പാകത്തിന് വന്നിട്ടുണ്ട്. എൻ്റെ അടപ്പം താഴെ വെച്ചിട്ട് ഞാനിത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. നല്ല പെർഫെക്റ്റ് ചിക്കൻ ദൊണ്ണെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ചിക്കൻ ദൊണ്ണെ ബിരിയാണി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ എന്ത് വളരെ വളരെ ഈസിയാണ്. കുക്കറിൽ വെയിറ്റ് ഇടണമെന്ന് തന്നെ ഇല്ല, അല്ലാതെയും പെർഫെക്റ്റായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മട്ടണോ ബീഫോ എന്ത് വേണമെങ്കിലും ബിരിയാണി ആയിട്ട് വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്